ഞങ്ങളുടെ അമ്മാൻ്റെ ഏടത്തിൻ്റെ വീട്ടിലാണ്. നമ്മൾ ഇന്ന് ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ പഴം പുഴുങ്ങാൻ വേണ്ടി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓണാക്കാം. അപ്പം നമ്മൾ പഴം ആവിയിൽ വേവിക്കാൻ വെച്ചിരിക്കണേ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിയുക. ആവിയിൽ വേവിക്കാൻ വെച്ചിരുന്ന പഴം വെന്തുഞ്ഞ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പാനിലിട്ട് അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങ വറുക്കണതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയാം മക്കളെ. ഉന്നക്കായാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ തേങ്ങ മുരിയത്ത് വന്നപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ച പഴത്തിൻ്റെ തോല് കളഞ്ഞ് ഉടച്ച് വെച്ച് നമ്മൾ ഇങ്ങനെ നമ്മൾ നേരത്തെ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടുണ്ടാക്കുന്ന കൂട്ട് പഴത്തുനിന്ന് ഒരു ഉരുളെടുത്തുകാണ്ട് ഇങ്ങനെ ആക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ട് വെച്ചുകൊടുക്കുക. വെച്ചുകൊടുത്ത് എന്നിട്ട് അപ്പം നമ്മൾ പഴം പരത്തി വെച്ചേക്ക് നമ്മൾ കൂട്ട് വെച്ചുകൊടുത്തി അത് ഉരുള പോലെ ഉന്നക്കായ ആക്കി നമ്മൾ അപ്പോൾ ഒക്കെ റെഡിയാക്കി ഇമ്മച്ചി ഉന്നക്കായ പോലെ റൗണ്ടാക്കി വെച്ചിരിക്കണേ. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കണേ. ചൂടാകാൻ ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കണേ. അപ്പം ഇമ്മച്ചി അപ്പോത്തിന് ചട്ടിക്ക് ഇട്ട് അപ്പോത്തിന് ഞാൻ ഫോണിൽ കളിക്കാൻ പോയപ്പോൾ എനിക്ക് ഇല്ല. അപ്പം ഇമ്മച്ചി ചട്ടിക്ക് ഇട്ടുന്നതാണ്. 2 ഒരു ചട്ടിയിൽ കൊള്ളുള്ളൂ. എല്ലാവരുടെ വീട്ടിലും വലിയ ചട്ടി ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ചട്ടിയാണ്. ഇങ്ങനെ മെറൂണ് കളറായി വരുമ്പോൾ ഇത് കോരിയെടുക്കണം. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉന്നക്കായ ഉണ്ടാക്കണം ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.